ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്വേത. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിലെ ഇംഗ്ലീഷ് സെക്ഷനിലെ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എറർ സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഭാഗം എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ള ഒരു തോട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സെഷൻ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് സർട്ടൻ ഇമ്പോർട്ടൻറ്റ് റൂൾസ് റിലേറ്റഡ് ടു ഇംഗ്ലീഷ് എറർ സ്പോട്ടിംഗ്. ഓക്കെ, അപ്പം ഏതാണ്ട് 50ഓളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് എറർ സ്പോട്ടിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. അതിലെ ആദ്യത്തെ 10ഓളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി പാർട്ട് 1 ഓഫ് ഇംഗ്ലീഷ് എറർ സ്പോട്ടിംഗ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ ടെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Okay, right, let us start. So category 1 is related to subject verb agreement. Okay, അപ്പം ഗ്രാമറിന്റെ, ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് അഥവാ കോൺകോർഡ് ആണ്. അപ്പൊ അവ റിലേറ്റഡ് ആയിട്ടുള്ള ഏതാനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസിലോട്ട് നമുക്കൊന്ന് പോകാം. So the first rule is singular subject takes singular verb. എന്താണ് ഈ സിംഗുലർ സബ്ജക്ട് എന്ന് പറഞ്ഞാല്, ഒരു സെന്റൻസിൽ വരുന്ന ആ ഒരു സബ്ജക്ട് അല്ലെ, സബ്ജക്ട് എന്ന് പറയുമ്പോൾ അത് ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു തിങ് ആവാം, അല്ലെ ഒരു വ്യക്തി ആവാം, അല്ലെങ്കിൽ ഒരു വസ്തു ആവാം. അത് ഒന്നാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിംഗുലർ എന്ന് പറയും. Okay, so when the subject is singular, then the verb must also be singular എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം, പ്ലൂരൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂരൽ വേർബ് യൂസ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ വെൻ ഇറ്റ് കംസ് ടു സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. ഓക്കെ, ഇതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. she go to school every day എന്നുള്ള സെന്റൻസ് നോക്കുക. ഓക്കെ, she go to school every day. ഇവിടെ she എന്നുള്ളതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. ഇനി go എന്നുള്ളത് verb ആണ്. ഓക്കെ, അപ്പൊ ഷീ എന്നുള്ളത് നമുക്കറിയാം അവൾ എന്നുള്ള മീനിങ് വരുന്ന വാക്കാണ് അല്ലെ. സോ അവൾ എന്നുള്ളത് സിംഗുലർ ആയിട്ടുള്ള ഒന്നാണല്ലോ. സോ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള വേർബാണ്? സിംഗുലർ ആയിട്ടുള്ള വേർബാണ്. സോ ഷീ ഗോ ടു സ്കൂൾ എന്നുള്ളത് തെറ്റാണ്. ഷീ ഗോസ് ടു സ്കൂൾ എവറി ഡേ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന സെന്റൻസ്. ഓക്കെ, സോ ഗോസ് ആണ് സിംഗുലർ, ഗോ ആണ് പ്ലൂരൽ. ഇപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പം, അതായത് ഹി, ഷീ, ഇറ്റ് ഇതുപോലെയുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? വേർബിന്റെ കൂടെ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം. ഓക്കെ, അതായത് സിംഗുലർ ആയിട്ടുള്ള വേർബ് വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, റൈറ്റ്, അടുത്ത റൂളിലോട്ട് പോവാം. ടു സബ്ജക്ട്സ് ജോയിൻ ബൈ ആൻഡ് ടേക്ക് എ പ്ലൂരൽ വേർബ്. ഓക്കെ, രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ ആൻഡ് എന്നുള്ള കൺജങ്ഷൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എപ്പോഴും പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ് വരിക. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. റാം ആൻഡ് ശ്യാം ഈസ് ഗുഡ് ഫ്രണ്ട്സ്. പറയുമോ? രാമും ശ്യാമും നല്ല ഫ്രണ്ട്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. സോ ഇവിടെ രാം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആണ്, ശ്യാം എന്ന് പറയുന്നത് മറ്റൊരു സബ്ജക്റ്റ് ആണ്. സോ രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ അവിടെ ആൻഡ് എന്നുള്ള ആ ഒരു കൺജങ്ഷൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതോ സിംഗുലർ ആയിട്ടുള്ള വേർബാണ് അല്ലെ. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ ഈസിന് പകരം അവിടെ എന്ത് വരണം? ആർ എന്ന് വരണം അല്ലെ. സോ രാം ആൻഡ് ശ്യാം ആർ ഗുഡ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് കൃത്യമായിട്ട് വരുന്ന സെന്റൻസ്. ഓക്കെ, സോ when two subjects are connected by and they form a compound subject requiring a plural verb. ഓക്കെ, അപ്പൊ ആ റാം ആൻഡ് ശ്യാം എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂരൽ ആയിട്ടുള്ള വേർബിന്റെ ഫോം ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇവിടെ ഒരു എക്സെപ്ഷൻ നമുക്ക് നോട്ട് ചെയ്യണം. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള സെന്റൻസ് ഒന്ന് നോക്കിക്കേ. ഇവിടെ ബ്രെഡ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട് അല്ലെ, ബട്ടർ എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്, ആൻഡ് എന്നുള്ള കൺജങ്ഷൻ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആൻഡ് അല്ലേ വരണ്ടേ എന്ന് നിങ്ങൾക്ക് ഒബ്വിയസ്ലി തോന്നും അല്ലെ. പക്ഷേ ഇവിടെ ഈ ഒരു സെന്റൻസിൽ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളത് ഒരു ഹോൾ യൂണിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒറ്റൊരു യൂണിറ്റ് എന്നുള്ള രീതിക്കാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ
നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബാണ്. ഒരു യൂണിറ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവ രണ്ട് സബ്ജക്ട്സ് ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ഒരു യൂണിറ്റ് എന്നുള്ള രീതിക്കാണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സിംഗുലർ വേർബ്. പക്ഷെ രാമൻ ശ്യാമിന്റെ കേസ് എടുത്തേ, രാമിനെയും ശ്യാമിനെയും നമുക്ക് ഒറ്റൊരു സിംഗിൾ യൂണിറ്റ് എന്നുള്ള കേസിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ, അവിടെ രണ്ട് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. ഓക്കെ, പക്ഷെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ഹോൾ യൂണിറ്റ് എന്നുള്ള രീതിക്കാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്, അപ്പൊ അതാണ് അവിടെ വരുന്നൊരു എക്സെപ്ഷൻ. ഓക്കെ റൈറ്റ്, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഈദർ ഓർ ആൻഡ് നീദർ നോർ. ഓക്കെ, ഇപ്പൊ ഈദർ ഓർ വെച്ച് അല്ലെങ്കിൽ നീദർ നോർ വെച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കണ്ടേ? ഓറിന് ശേഷം വരുന്ന വാക്ക് അല്ലെങ്കിൽ നോറിന് ശേഷം വരുന്ന വാക്ക് അത് എങ്ങനെയുള്ളതാണെന്ന് നോക്കുക. ഓക്കെ, ഓറിന് ശേഷം വരുന്നത് സിംഗുലർ ആയിട്ടുള്ള വേർഡ് ആണെങ്കിൽ അവിടെ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള വേർബ് മതി. ഇനി പ്ലൂരൽ ആയിട്ടുള്ള വേർഡ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. സി നീദർ ഹി നോർ ദേ വാസ് പ്രസന്റ് എന്നുള്ള സെന്റൻസ് നോക്കിക്കേ. അവിടെ നോറിന് ശേഷം വന്നിരിക്കുന്ന വാക്ക് എന്താ? ദേ ആണ് അല്ലെ. ദേ നമുക്കറിയാം പ്ലൂരൽ ആണ് അല്ലെ. അപ്പൊ അതിന്റെ കൂടെ വേണ്ടത് എന്താ? പ്ലൂരൽ ആയിട്ടുള്ള വേർബിന്റെ ഫോം ആണ്. അപ്പൊ ഇവിടെ വാസിന് പകരം എന്ത് വരണം? വേർ എന്ന് വരണം. ഓക്കെ, സോ നീദർ ഹി നോർ ദേ വേർ പ്രസന്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്. ഓക്കെ, ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന സെന്റൻസ് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിക്കേ. സബ്ജക്ട് നീദർ ദേ നോർ ഹി ആണെങ്കിലോ അവിടെ നമുക്ക് വാസ് വരും അല്ലെ. അതിന്റെ കാരണം എന്താ? അവിടെ നോറിന് ശേഷം വരുന്നത് ഹി ആണ്. അപ്പൊ ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ അതിന്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള വേർബ് വരണം. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ പ്രോക്സിമിറ്റി റൂൾ എന്ന് പറയുന്നത് കേട്ടോ. ദ വേർബ് മാച്ചസ് ദ നിയറർ സബ്ജക്ട്. ഓക്കെ, വേർബിന് തൊട്ടടുത്തുള്ള സബ്ജക്ട് എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചുള്ള വേർബ്. ഇപ്പൊ എളുപ്പത്തിൽ ഓർത്തു വെക്കാൻ ഓറിന് ശേഷം വരുന്ന വാക്ക് അല്ലെങ്കിൽ നോറിന് ശേഷം വരുന്ന വാക്ക് അതെങ്ങനെയുള്ളതാണെന്ന് നോക്കുക, അതിനനുസരിച്ചുള്ള വേർബ് കൊടുക്കുക. ക്ലിയർ? റൈറ്റ്, let's move on to rule 4. Okay, rule 4 പറയുന്നത് collective nouns നെ കുറിച്ചാണ്. So collective nouns can be singular or plural. Okay, അപ്പൊ ഇംഗ്ലീഷിൽ ചില collective nouns ഉണ്ട്. അവ സിംഗുലറും ആവാറുണ്ട് പ്ലൂരലും ആവാറുണ്ട് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സി collective nouns like team, jury, committee, all these collective nouns take a singular verb when acting as one unit. ഓക്കെ, അപ്പൊ ടീം എന്ന് പറയുന്നത് ടീം എന്ന് പറയുമ്പം ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ടീം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ആ ടീം എന്നുള്ള വേർഡ് നമ്മളൊരു സെന്റൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിട്ടുള്ള വേർബ്. ഓക്കെ, ഇനി ആ ടീം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിലെ ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ്. എക്സാമ്പിൾ നോക്കാം. ദ ടീം ആർ പ്ലേയിങ് വെൽ ടുഡേ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ മെമ്പേഴ്സും നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ ടീമിലെ മുഴുവൻ ആളുകളും ആസ് എ യൂണിറ്റ് ഇറ്റ് ഇസ് ഡൂയിങ് വെൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ എന്ത് വരണം? സിംഗുലർ ആയിട്ടുള്ള വേർബ് വരണം. സോ ദ ടീം ഇസ് പ്ലേയിങ് വെൽ ടുഡേ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇഫ് മെമ്പേഴ്സ് ആക്ട് ഇൻഡിവിജ്വലി, ഫോർ എക്സാമ്പിൾ ദ ജൂറി വർ ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻസ്. കണ്ടോ, അവിടെ ജൂറിയിലുള്ള മെമ്പേഴ്സ് അവർക്ക് ഒറ്റൊരു ഒപ്പീനിയൻ അല്ല ഉണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു പ്രശ്നത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ പാനലിലുള്ള ഓരോ മെമ്പറിനും വേറെ വേറെ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ മെമ്പേഴ്സ് ആക്ട് ഇൻഡിവിജ്വലി അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താ? പ്ലൂരൽ ആയിട്ടുള്ള വേർബാണ്. മനസ്സിലായോ? ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ കളക്റ്റീവ് നൗൺസിനെ കാണുന്ന സമയത്ത് അവിടെ നമ്മൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നു. ഇനി ഡിവൈഡഡ് ആയിട്ട് ഇൻഡിവിജ്വലി നമ്മൾ മെമ്പേഴ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ടീം, ജൂറി, കമ്മിറ്റി ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പ്ലൂരൽ വേർബ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ദ കമ്മിറ്റി വാസ് ഡിവൈഡഡ് ഓൺ ദാറ്റ് ഇഷ്യൂ എന്ന് പറയില്ല. ദ കമ്മിറ്റി വേർ ഡിവൈഡഡ് ഓൺ ദ ഇഷ്യൂ എന്നേ പറയുള്ളൂ. ഓക്കെ, അവിടെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ഒപ്പീനിയൻസ്. ഓക്കെ, റൈറ്റ്. അടുത്ത റൂൾ നോക്കാം. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ടേക്ക് സിംഗുലർ വേർബ്സ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. സാധാരണ എറർ കറക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരാറുള്ള ചോദ്യങ്ങൾ ഈ ഒരു റൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്, ഇംഗ്ലീഷിലുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എപ്പോഴും സിംഗുലർ വേർബ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അതായത്
everyone, nobody, someone, each, either, neither ഇങ്ങനെയുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പൊ ഇവയുടെ കൂടെ ഒക്കെ നമ്മൾ എപ്പോഴും എന്തേ യൂസ് ചെയ്യുള്ളൂ? സിംഗുലർ വേർബ്സേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ നോക്കിക്കേ, എവ്രി വൺ ഹാവ് ഡൺ their homework എന്നുള്ള സെന്റൻസ് എടുക്കാം. ഇവിടെ എവ്രി വൺ എന്നുള്ളത് ഇൻഡെഫിനിറ്റ് പ്രൊനൗണിൽ ഒന്നാണ് അല്ലെ. സോ എവ്രി വൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ കൂടെ നമുക്ക് എന്തേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? സിംഗുലർ ആയിട്ടുള്ള വേർബിന്റെ ഫോമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഹാവ് എന്നുള്ളത് തെറ്റാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഹാവ് വി നീഡ് ടു യൂസ് ഹാസ്. ഓക്കെ, എവ്രി വൺ ഹാസ് ഡൺ their homework എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്. ഓക്കെ, നമ്മളിത് എങ്ങനെ ഓർത്തു വയ്ക്കും? ഒരു മെമ്മറി ട്രിക്ക് നോക്കിയാലോ. സി, ഈച്ച് വൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലെ. അവിടെ ആ വൺ എന്നുള്ളത് നോക്കുക. വൺ എന്നുള്ളത് സാധാരണ നമ്മൾ ഒന്നിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതല്ലേ. സോ ഈച്ച് വൺ. ഓക്കെ, ഈച്ച്, എവ്രി വൺ, നോബഡി ഇങ്ങനെയുള്ള വാക്കുകളുടെ കൂടെയൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യണ്ടേ? നമ്മൾ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ കാറ്റഗറി 2 പോകുന്നു. അവിടെ ടെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ടൈം അവർ വേർബ്സ് കറക്റ്റ്ലി. ഓക്കെ, ലെറ്റ് us see. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ എന്ത് വേരിയേഷൻ ആണ് അവിടെ ടെൻസസ് മാറുമ്പം വരുന്നത് എന്നുള്ളതാണ്. സോ യൂസ് സിമ്പിൾ പാസ്റ്റ് ഫോർ കംപ്ലീറ്റഡ് ആക്ഷൻസ് അറ്റ് എ സ്പെസിഫിക് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമില് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡെഫിനിറ്റ് ടൈം പീരീഡിൽ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് എവിടെയാ യൂസ് ചെയ്യുക? ഫോർ ആക്ഷൻസ് വിത്ത് പ്രസന്റ് റിലവൻസ്. ഓക്കെ, അതായത് ഓൾറെഡി ഒരു ആക്ഷൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും പ്രസന്റിലും അതിന് റെലവൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കുക, ഐ ഹാവ് സീൻ ഹിം യെസ്റ്റർഡേ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇന്നലെ അവനെ കണ്ടു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇന്നലെ എന്ന് പറയുന്നത് പാസ്റ്റിലുള്ള ഒരു സ്പെസിഫിക് ടൈമാണ്. അപ്പം ഇന്നലെ പാസ്റ്റില് ഒരു സ്പെസിഫിക് ടൈമിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അവനെ കണ്ടു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് പ്രസന്റ് ആയിട്ട് ഒരു റിലവൻസും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യണ്ടേ? സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ സോ ഹിം യെസ്റ്റർഡേ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം യെസ്റ്റർഡേ, അഗോ, ലാസ്റ്റ് വീക്ക് ഇങ്ങനെയുള്ള യൂസേജസ് ഒക്കെ സാധാരണ എവിടെയാ വരിക? സിമ്പിൾ പാസ്റ്റിന്റെ കൂടെയാണ് വരിക, അല്ലാതെ പ്രസന്റ് പെർഫെക്റ്റിന്റെ കൂടെ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് എവിടെയാ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. സി, ഏർലിയർ ഓഫ് 2 പാസ്റ്റ് ആക്ഷൻസ്. ഓക്കെ, അതായത് മുന്നേ പാസ്റ്റില് 2 കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടക്കുന്നു. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം നടന്ന കാര്യത്തിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. രണ്ടാമത് നടന്ന കാര്യത്തിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ബിഫോർ ഹി അറൈവ്ഡ് ഷീ ലെഫ്റ്റ്. സോ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? അവൻ വരുന്നതിന് മുന്നായിട്ട് അവൾ പോയി എന്നുള്ളതാണ് അല്ലെ. സോ ഇവിടെ രണ്ടിടത്തും അറൈവ്ഡ് എന്ന് പറഞ്ഞാലും ലെഫ്റ്റ് എന്ന് പറഞ്ഞാലും സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പാസ്റ്റിൽ 2 കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന സമയത്ത് അല്ലെ, അവിടെ ആദ്യം നടന്ന കാര്യത്തിന്റെ കൂടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ബിഫോർ ഹി അറൈവ്ഡ് ഷീ ഹാഡ് ലെഫ്റ്റ് എന്ന് വരണം അല്ലെ. അപ്പം പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ് അല്ലെ. സോ ബിഫോർ ഹി അറൈവ്ഡ് ഷീ ഹാഡ് ലെഫ്റ്റ് എന്ന് വരണം. ഓക്കെ, അവൾ പോവുക എന്നുള്ളതാണല്ലോ ആദ്യം നടക്കുന്നത്. സോ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി രണ്ടാമത് നടന്ന കാര്യം എന്ന് പറയുന്നത് അവൻ വരിക എന്നുള്ളതാണ്. അവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ബിഫോർ, ആഫ്റ്റർ, വെൻ, ബൈ ദ ടൈം ഇങ്ങനെയുള്ളതൊക്കെ ആക്ച്വലി പാസ്റ്റ് പെർഫെക്റ്റിനെ കാണിക്കുന്ന സിഗ്നൽ വേർഡ്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത റൂളിലോട്ട് പോവാം. സി, കണ്ടീഷണൽ ക്ലോസസിലും അതുപോലെ ടൈം ക്ലോസസിലും സാധാരണ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇൻ ക്ലോസസ് ബിഗിനിങ് വിത്ത് ഇഫ്, when, as soon as and until use present tense not future tense. Okay, അപ്പൊ ലൈക്ക് കണ്ടീഷണൽ ക്ലോസ് വരുന്ന സമയത്ത്
ഇഫ് വെച്ചൊക്കെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വെൻ വെച്ച്, ആസ് സൂൺ as വെച്ച്, അൺടിൽ വെച്ച് ഒക്കെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലോസസ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഫ്യൂച്ചർ ടെൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്, മറിച്ച് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. ഐ വിൽ കോൾ യു വെൻ ഐ വിൽ റീച്ച് ഹോം എന്ന് പറയുമോ? ഇല്ല അല്ലെ. ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം എന്നാണ് വരും. ഓക്കെ, അപ്പൊ വെന്നിന്റെ കൂടെ ഒരു ക്ലോസ് വരുന്ന സമയത്ത് വെൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്ത് യൂസ് ചെയ്യില്ല? ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യില്ല, മറിച്ച് പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം എന്നാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ടൈം സബോർഡിനേറ്റ് ക്ലോസസ്, അതായത് വെൻ, ഇഫ്, അൺടിൽ, ആസ് സൂൺ as ഇത്തരത്തിലുള്ള യൂസേജസ് ഒക്കെ സെന്റൻസസിൽ വരുമ്പം അവ ടൈം സബോർഡിനേറ്റഡ് ക്ലോസസ് ആയി മാറുന്ന സമയത്ത് അവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്, അല്ലാതെ വിൽ അല്ല, ഫ്യൂച്ചർ ടെൻസ് അല്ല എന്നുള്ളതാണ് ഈ റൂള് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്റ്റേറ്റീവ് വെർബ്സ്. ഓക്കെ, സ്റ്റേറ്റീവ് വേർബ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ ഒരിക്കലും കണ്ടിന്യൂസ് ഫോം യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതാനും വേർബ്സ് ഇംഗ്ലീഷിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നോ, ബിലീവ്, ലവ്, സീ, ഹിയർ, വാണ്ട് ഇവയൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ ആക്ഷൻ വേർബ്സ് അല്ല. ഓക്കെ, സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേർബ്സ് ആണ്. അപ്പൊ ഇവയുടെ കൂടെ ഒന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല? കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ING ഫോം ഓഫ് ദ വേർബ് ഇത്തരത്തിലുള്ള വാക്കുകളുടെ കൂടെ വരില്ല. ഓക്കെ, സി എക്സാമ്പിൾ നോക്കിക്കേ. ഐ ആം നോയിങ് ദ ആൻസർ എന്ന് പറയുവോ? ഇല്ല അല്ലെ. അവിടെ നോ എന്നുള്ളത് ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ING വരാനായിട്ട് പറ്റില്ല when it comes to continuous tense. Okay, so I know the answer എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്ന സെന്റൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇത് എങ്ങനെ ഓർത്തു വെക്കും? ബെൽറ്റ് എന്നുള്ള വാക്ക് ഓർത്തു വെക്കുക കേട്ടോ. B for believe, E for emotion, L for like or love, and T for think. ഓക്കെ, അപ്പൊ ഈ ബെൽറ്റിന്റെ കൂടെ എന്ത് വരില്ല? ING ഫോം വരില്ല എന്നുള്ളത് മനസ്സിലാക്കാം. Now comes the last rule. Okay, അപ്പൊ ഈ ഒരു പാട്ടിലെ 10th റൂൾ ആണിത്. സിൻസിന്റെയും ഫോറിന്റെയും യൂസേജ് വിത്ത് പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ സാധാരണ സിൻസും ഫോറും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്. സിൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ടൈമിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. പോയിന്റ് ഓഫ് ടൈം. ഓക്കെ, സിൻസ് ഇസ് ഓൾവേസ് യൂസ്ഡ് വിത്ത് എ point of time, and for is always used with the period of time. Okay, ഒരു period of time ന്റെ കൂടെയാണ് നമ്മൾ for യൂസ് ചെയ്യുക, ഒരു പോയിന്റ് ഓഫ് ടൈമിന്റെ കൂടെയാണ് സിൻസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ 2020 എന്നൊക്കെ പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് അല്ലെ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ സിൻസ് യൂസ് ചെയ്യും. 3 hours എന്നൊക്കെ പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ 4 ആണ് യൂസ് ചെയ്യുക. ഓക്കെ, I have lived here since 3 years എന്ന് പറയുമോ? ഇല്ല അല്ലെ. 3 years എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അതിന്റെ കൂടെ നമ്മൾ 4 ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. സോ I have lived here for 3 years എന്നുള്ളതാണ് കൃത്യമായിട്ട് വരുന്ന സെന്റൻസ്. ഓക്കെ, റൈറ്റ്. അപ്പം എറർ സ്പോട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 റൂൾസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആർട്ടിക്കിൾസ് ആൻഡ് പ്രപ്പോസിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആണ് റിലേറ്റഡ് ടു എറർ സ്പോട്ടിംഗ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് ഇഫ് യു ഫൗണ്ട് ദിസ് ബെനിഫിഷ്യൽ, ഡു മേക്ക് ഷുവർ ദാറ്റ് you are asking them to subscribe the channel too. Okay, അപ്പം part 2 വീണ്ടും കാണാം. Till then, take care, happy learning.